യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനം. ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ആ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമ്മളെ അനുവദിച്ചതിന് നന്ദി പറയാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ അരുളിച്ചെയ്യുന്നു: ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. ദൈവം ഇന്ന് എന്നെ അനുഗ്രഹിക്കും. എൻ്റെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായി മാറും എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അവരുടെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണും. ദൈവാനുഗ്രഹം അവരെ പിന്തുടരുന്നത് അവർക്ക് ദർശിക്കുവാൻ സാധിക്കും. വിശ്വസിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവൻ വിശ്വാസത്തോടെ ഏറ്റെടുത്തപ്പോൾ അതവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തുടങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വചനം നമുക്കിന്ന് ഏറ്റെടുത്തുകൊണ്ട് ആമേൻ ചൊല്ലി നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ദൈവം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. എൻ്റെ കൂടെ ആയിരിക്കുന്ന ദൈവം എന്നെ ഇന്ന് അനുഗ്രഹിക്കും, മക്കളെ അനുഗ്രഹിക്കും, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും അനുഗ്രഹിക്കും, എൻ്റെ സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കും. ഉറച്ചു വിശ്വസിക്കുക, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം നമുക്ക് ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. അവരുടെ ജീവിതവും അനുഗ്രഹമായി മാറട്ടെ. അവരെയും പരിശുദ്ധാത്മാവും ദൈവവും അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം നമ്മളിലേക്കും സമൃദ്ധമായിട്ട് നിറയട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.